ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. ഉൽപ്പത്തി പുസ്തകം 39 21 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: എന്നാൽ യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു. ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 7 വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രം തന്റെ മരണസമയത്ത് പ്രസ്താവിക്കുന്ന വിശുദ്ധനായ സ്തെഫാനോസിനെ നമുക്ക് കാണുവാൻ കൊണ്ടും കഴിയുന്നു. അപ്പോൾ ചരിത്രം പറഞ്ഞു വരുമ്പോൾ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ജീവിതത്തെ കുറിച്ച് പ്രതിപാദിച്ചതിന് ശേഷം ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ സ്തെഫാനോസ് പറയുന്നു: എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു. അതന്നെ ഉൽപ്പത്തി പുസ്തകത്തിലും നമ്മൾ വായിക്കുന്നു. ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നു. എവിടെ? കാരാഗ്രഹത്തിൽ, പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ. അവനായിരുന്ന എല്ലാ നെഗറ്റീവ് സ്പോട്ടുകളിലും ദൈവം അവനോട് കൂടെയായിരുന്നു. കൂടെ ഇരിക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ. അവന്റെ അപ്പൻ അവനെ അത്യധികമായി സ്നേഹിച്ചു എന്ന് നമുക്ക് വായിക്കുവാനായി കഴിയും. യാക്കോബ് ജോസഫിനെ സ്നേഹിച്ചതുപോലെയുള്ള ഒരു സ്നേഹം ഒരു പിതാവും തന്റെ മക്കളോട് കാട്ടിയിട്ടുണ്ടാകുമോ എന്ന് സംശയം. കാരണം തന്നെ മരണം വരെയും ജോസഫിനെ കുറിച്ച് ഓർത്ത് വിലപിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. ദൈവത്തിന്റെ പൈതലേ, ആ അപ്പന് പോലും ജോസഫിനോട് കൂടെ അവന്റെ കഷ്ടതയിൽ, അവന്റെ ഭാരങ്ങൾ, അവന്റെ പ്രയാസങ്ങൾ, അവന്റെ പ്രതിസന്ധികളിൽ ഇരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. അതായത് നമ്മൾ ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ, മാതാപിതാക്കൾക്ക് മക്കളോടോ, അല്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കളോടോ അടുത്തിരിക്കും, അടുത്തുണ്ടാകും, കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് തരുന്ന ഒരാൾക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ നെഗറ്റീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭാരമുള്ള അനുഭവം, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വ്യതയുടെ മധ്യത്തിൽ നമ്മളോടുകൂടെ ഒരുപക്ഷെ ആർക്കും ഇരിക്കുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. പക്ഷെ അപ്പോഴും അതെവിടെയായിരുന്നാലും ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. ഇവിടെ ജോസഫിനോട് കൂടെ ദൈവം ഇരുന്നത് എവിടെയൊക്കെയാണ്? ഒറ്റക്കിണ്ടിൽ അവനായിരുന്നപ്പോൾ ജോസഫിനോടുകൂടി ദൈവം ഉണ്ടായിരുന്നു. പിന്നെ അവനെ അടിമയായി അവനെ വിറ്റ് കളഞ്ഞപ്പോൾ ദൈവം അവനോട് കൂടെ ഉണ്ട്. ദൈവം അവനോട് കൂടെ ഇരുന്നു എന്നുള്ളതിന് തെളിവ് പൊത്തിപ്പേർ തന്നെ പറയുന്നുണ്ട്. കുട്ടക്കെട്ടിൽ അവനോടുകൂടി ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ പ്രാണൻ നഷ്ടപ്പെടാതിരുന്നത്. മരണത്തിലുള്ള നീക്കുവോ കർത്താവായ യഹോവയ്ക്കുള്ളതായെന്ന് എഴുതിയിരിക്കുന്നത് തിരുവഴുത്തിന്റെ നിവർത്തീകരണം ജോസഫിന്റെ ജീവിതത്തിൽ കൂടി വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം അവനോട് കൂടെ ഇരുന്നു. പൊത്തിപ്പേറിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്: ദൈവം ജോസഫിനോട് കൂടെ ദൈവമുണ്ട്. ജോസഫിനോടൊരു ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജോസഫ് പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ ചെന്നതിന് ശേഷം പൊത്തിപ്പേറിന്റെ ഭവനം ഒരുപാട് അനുഗ്രഹിക്കപ്പെടുവാണ്ട് കൊണ്ടുകൂടെയാണ്. ദൈവത്തിന്റെ വേദന ഈ ലോകത്തിൽ ആരും കൂടെ ഇല്ലെങ്കിലും സർവശക്തനായ ദൈവം നിന്നോടും എന്നോടും കൂടെ ഇരിക്കുന്നുവെങ്കിൽ അത് തന്നെ ഈ ഭൂമിയിൽ നമുക്ക് നേടുവാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതിരിക്കുന്ന പലതിനെ ഓർത്ത് നൊമ്പരപ്പെട്ട് ദൈവത്തോട് പിണങ്ങിയിരിക്കുന്ന അനുഭവം നമ്മുടെ പലരുടെയും ജീവിതത്തിലുണ്ട്. ഇവിടെ ജോസഫിനെ നോക്കുക. തന്റെ സഹോദരന്മാരുടെ സുഖവിവരം അന്വേഷിക്കുവാനായി പോയ ഒരു നിഷ്കളങ്കനായ കുഞ്ഞാണ്. അവർക്ക് ഭക്ഷണവുമായിട്ടാണ് അവൻ പോകുന്നത്. അവർ ഭക്ഷണം വാങ്ങി തിന്നതിന് ശേഷമാണ് അവനെ കൊല്ലുവാനായി അവർ തീരുമാനിച്ചത്. പക്ഷെ അവരുടെ പ്രാണന് തലമുടി നാരിന്റെ ഏഴയുടെ വ്യത്യാസത്തിൽ ദൈവം അവന്റെ പ്രാണനെ രക്ഷിക്കുകയും അവനെ മിസ്രൈമിലേക്ക് സുരക്ഷിതനായി ദൈവം എത്തിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവം അവനെ മിസ്രൈമിലേക്ക് എത്തിക്കുമ്പോൾ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നതിന് മുമ്പ് അത് നമ്മൾ മറന്നു പോകുന്നു. ബഹുജനങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാകുവാൻ, അല്ലെ ഈ ജനത്തെ 75 പേരോളമുള്ള യാക്കോബിന്റെ സന്തതി പരമ്പരകളെ വലിയ ലക്ഷോപലക്ഷം ജനസംഖ്യയിലേക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ മിസ്രൈമിലേക്ക് അവരെ കൊണ്ടുപോയേ മതിയാകുമായിരുന്നു ദൈവത്തിന്. അപ്പോൾ അതിന് മുന്നമേ ജോസഫിനെ അവർക്ക് അയക്കേണ്ടി വന്നു. ജോസഫിനെ ദൈവത്തിന് അയക്കേണ്ടി വന്നു. അപ്പോൾ ജോസഫിന്റെ ജീവിതത്തിന്റെ കഷ്ടത, ഇങ്ങനെ ഓരോ മിഷന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ നമ്മളോടുകൂടെ ദൈവം എന്നും ഉണ്ടായിരിക്കും. നമുക്കത് കാണുവാൻ കഴിയുന്നില്ല, പക്ഷെ ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. ദൈവം ജോസഫിനോട് കൂടെ നമ്മുടെ സകല സങ്കടങ്ങളും അവനെ വിടുവിച്ചു. ജോസഫ് തന്നെ അവസാനം തന്നെ സഹോദരന്മാർ വന്ന് അവന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ ജോസഫ് പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ വിറ്റു, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ദ്രോഹം ചെയ്തു എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് കാണുന്നത് പോലെ ബഹുജാതികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതിന് ദൈവം എന്നെ മുന്നമേ അയച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി.
അല്ല നിങ്ങളുടെ ഭാഗത്ത് വന്ന് തെറ്റല്ല. നീ നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ, നിന്റെ സഹോദരങ്ങൾ നിന്നെ ത്യജിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മേൽ നീ ഭാരപ്പെടേണ്ട. അവരോട് വിരോധം തോന്നേണ്ട കാര്യവുമില്ല. കാരണം ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. ദൈവത്തിന് അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ പൈതലേ, ഒരുപക്ഷെ നിനക്ക് സമൃദ്ധി ഉള്ളപ്പോൾ നിന്നോടുകൂടെ അനേകരുണ്ടായിരുന്നായിരിക്കാം. നീ ഒന്നുമില്ലായ്മയിലേക്ക് നീങ്ങിയപ്പോൾ എല്ലാവരും എന്ത് ചെയ്ത്? നിന്റെ കയ്യിലുള്ളതെല്ലാം നീ കൊടുത്തു തീർത്തു. നിന്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ബോധ്യമായപ്പോൾ നിന്നെ പൊട്ടക്കെട്ടിലേക്ക് ഇട്ട് കളഞ്ഞു, അത്ര തന്നെ. പക്ഷെ ദൈവത്തിന്റെ പൈതലും മനുഷ്യൻ നിന്നോട് എന്ത് കാണിച്ചാലും, എത്ര ക്രൂർ നിന്റെ കയ്യിലിരിക്കുന്ന പിടിച്ചു പറിച്ചിട്ട് നിന്നെ പൊട്ടക്കെട്ടിൽ എറിഞ്ഞു കളഞ്ഞാലും തമ്പുരാൻ നിന്നോട് കൂടെ ഇരിക്കും. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടിരുന്നത്. ദൈവം ജോസഫിനോടുകൂടി നിന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിച്ചിരിക്കും. ദൈവത്തിന്റെ പൈതലേ, അതിന്റെ ഇടയ്ക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ, ആയിരം തിരമാലകൾ നിന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞു പോയാലും, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കി ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിന്നെ ദൈവം എത്തിക്കേണ്ടത് എത്തിക്കും. ദൈവത്തിന്റെ പേരിൽ. കാരണം വിശ്വസ്തനായ ദൈവമാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പേരിൽ. യാക്കോബിനെ കുറിച്ച് പറയുന്നു, ഇപ്പോൾ നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നെ ഉരുവാക്കിയവനാണ് നിന്നോട് അരുളി ചെയ്യുന്നത്. ആകയാൽ ദൈവത്തിന്റെ പൈതലേ, ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. ജീവിതത്തിന്റെ ഏത് നെഗറ്റീവ്സിലും ആമീസൂത്രം പതറിപ്പോകാതെ, ആമീസൂത്രം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോ, അല്ല ദൈവം എന്നെ മറന്നു കളഞ്ഞിട്ട് അപ്പനും അമ്മേനെ ഉപേക്ഷിച്ചു, ഞാൻ ലോകത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകരുത്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം, ഒരു പ്രത്യേക നിയോഗമാണ് നിന്റെ മേൽ വീണിരിക്കുന്നത്. നിന്റെ അമ്മയുടെ ഇരമ്യാവിനെ കുറിച്ച് പറയുന്നു, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതലേ നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പേരിൽ ഉരുവായപ്പോൾ തന്നെ നിന്നെ കണ്ടതാണ്. ഇതിനു വേണ്ടിയാണ് നിന്നെ കണ്ടത്. അല്പനേരത്തേക്ക് നിനക്ക് കഷ്ടങ്ങളുണ്ടാകാം, ഭാരങ്ങളുണ്ടാകാം. പിന്നത്തേതിൽ നിന്നെ ദൈവം മഹത്വത്തിലേക്ക് ഉയർത്തുന്ന ഒരു ദിനം നിന്റെ മുമ്പിൽ ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഇതെല്ലാം ഭവിക്കുന്നുള്ളൊരു ഉത്തമമായ അറിവ് ഈ പ്രഭാതത്തിൽ നിന്നെ ഭരിക്കുവാണ്ട് കൊണ്ടും പരിശുദ്ധാത്മാവ് നിന്നോട് ആമീസൂത്ര ആലോചന പറയുകയാണ്. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാണ്.